الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم الله سبحانه وتعالى സദസ്സഖബൂൽ ചെയ്യുമാറാവട്ടെ. സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങേയറ്റം മഹബത്ത് വെച്ചതിനെ പറ്റിയാണ് ഇന്നലെ വിശദീകരിച്ചത്. ഈ ഉമ്മത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ആളാരെന്ന് കേട്ടെങ്കിൽ അപ്പുറം ഇപ്പുറം നോക്കാണ്ട് ഉത്തരം ചെല്ല അത് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ മഹാന്റെ പറ്റി ഒരു സംഭവം ചെറുത് സയ്യിദത്തുനാ ആയിഷ റളിയല്ലാഹു അൻഹയാണ് വിശദീകരിക്കുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തോട് ഒരുമിച്ച് കൂടുക. അത് 38 ആളാണ് ഇന്ന് മക്കത്തിൽ കുറച്ചാൾമാർ. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചെല്ല് ഇസ്ലാം എന്ന പരിശുദ്ധമായ ഇസ്ലാം പരസ്യമായിട്ട് തന്നെ ചെല്ല രഹസ്യമായിട്ട് എത്രയാണ് ചെല്ലുന്നത്? 38 ആൾമാരാണുള്ള ഇസ്ലാമിന്റെ ആദ്യകാലം. കഅബാലയത്തെ മുട്ട പോയിട്ട് പരസ്യമായിട്ട് ഇസ്ലാം വഴി ചൊന്നു കൊടുക്കാം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി, യാ അബൂബക്കർ ഇന്നാ ഖലീലുൻ, ഞങ്ങൾ കുറച്ചാൾമാരാണ്, അതുകൊണ്ട് പരസ്യമായി ചൊല്ലിക്കത്തെ ടൈം എത്തിയില്ലല്ലേ. പക്ഷെ സിദ്ദീഖ് റളിയല്ലാഹു പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഞങ്ങൾ പരസ്യമായിട്ട് ഇങ്ങനെ ചെല്ലാം. 38 ആൾമാർ മാത്രമാണ് ഇസ്ലാമിലുള്ള, അപ്പുറത്ത് ധാരാളം ആൾമാരുള്ള മക്കത്തെ മുശ്രിക്കീങ്ങളുടെ നേതാക്കളെല്ലാം ഉള്ള. അങ്ങനെ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യമായി വഖാമ അബൂബക്കർ ഫിന്നാസി ഖതീബൻ വറസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജാലിസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രചിച്ചുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് ചൊല്ലുക തുടങ്ങിയത് പരിശുദ്ധമായ മക്കത്തിൽ കഅബാലയത്തെ മുട്ട. അപ്പൊ ആ മഹാന്റെ വകയാണ് ചൊല്ല അവ്വലു ഖതീബിൻ ദആ ഇലല്ലാഹി വ ഇലാ റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പരസ്യമായി അല്ലാഹുവും അവന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും വേലായിട്ട് ആദ്യമായി പ്രസംഗിക്കുന്ന ആളാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവ്വലു ഖതീബ്, ആദ്യത്തെ ഖതീബ്. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ വട്ടത്തിൽ കേട്ടപ്പോ മുശ്രിക്കീങ്ങൾ അയാളെ ചാടി പോകുന്നത്, അടിക്കു പോകുന്നത്, അങ്ങനെ ശരിക്കും അടിച്ചാറുണ്ടാണ്. അങ്ങനെ അടിച്ചതിനെ പറ്റി ചൊല്ലുവോ ശരീരം ശക്തമായി അടിച്ചാൽ ഒരു ഫാസിക്കുന്ന കമ്മാടിയായ ആളോ അവൻ 2 ചെറുപ്പിൽ വന്നിട്ട് അടിച്ച മുഖത്ത് കടിച്ച മുഖത്തിൽ രക്തം വന്ന് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ബോധം പോയി. അപ്പൊ കുറെ ബാക്കിയുള്ള കുറച്ച് സ്വഹാബത്തുകൾ അങ്ങനെ ആൾമാർ ഇന്നാർ അങ്ങനെല്ലാം പറയപ്പെടായ സിദ്ദീഖ് റളിയല്ലാഹു അടിച്ച അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ഇന്ന്. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഫാമിലി, കുടുംബക്കാർ, ബനൂ തൈം അങ്ങ് വന്നിട്ട് അയാളെ വിളിച്ചോണ്ട് പോയാ. എന്നിട്ടാണ് ചെന്ന പറക്ക വല്ലാഹി ലൈൻ മാത അബൂബക്കറിൻ ലനഖ്തുലന്ന ഉത്ബത റബിയ. അബൂബക്കർ മരിച്ചിട്ടുണ്ടാണ് റബിയ, അത്രയും ശക്തമായ അടി കൊടുത്തതാണ്. അപ്പൊ ഇങ്ങനെ ചൊന്നത് അബൂബക്കറിങ്കാവും മരിച്ചെങ്കിൽ അടിച്ചെങ്കിലത്തെ ഉത്ബത്ത് റബിയാണ് ഞങ്ങൾ കൊല്ലിടാണ്ടിരുന്നാണ്. അങ്ങനെ നേരെ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹുടെ വിളിച്ചു പോയാൽ ബാപ്പ അബൂ ഖുഹാഫ കൊണ്ട് കുടുംബക്കാരെല്ലാം കൊണ്ടുപോയി തുടങ്ങിയാൽ അവസാനം പകലിന്റെ ലാസ്റ്റ് സമയത്ത് മുണ്ടിട്ടുണ്ടാണ്. ആദ്യ സമയത്താണ് അടിച്ചിലെ ബോധം പോയത്, ബോധം വന്നത് പകലിന്റെ ലാസ്റ്റ് സമയത്താണ്. അപ്പൊ ഇവിടെ ഇയാളെ ബോധം പോകുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ തെറ്റിയിട്ടുണ്ടു. ബോധം വന്ന പാടെ അയാൾ കേട്ട വിഷയം അതാണ് ഞാൻ ചെന്ന ആദ്യമായി കേട്ട ക്വസ്റ്റ്യൻ, മാ ഫഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തായിട്ടാണ് അയാൾ കേട്ടു. അപ്പൊ അയാൾ വിചാരിച്ചില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും ബുദ്ധിമുട്ടായില്ല. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അതാണ്. അപ്പോ അങ്ങ് എല്ലാവരും സുബ്ഹാനല്ലാഹ് അത്ഭുതപ്പെട്ടാൽ ഇയാൾ ഇത്ര അടികൊന്നുള്ളൂ ഇതല്ല ഇയാളുടെ ചോദ്യം അതാണ്. അയാളെ ഉമ്മുൽ ഖൈർ അയാളൊട്ടിയെ ചെന്ന അയിമടൊട്ടിയെ ചെന്നാൽ ഈ അബൂബക്കർ എന്തെങ്കിലും നീ ഭക്ഷണം കൊടുക്കണോ എന്ന്. ഭക്ഷണം കൊടുക്കാം, തണ്ണി കൊടുക്കാം. അങ്ങനെ ആവുമ്പോ അയാൾ തിന്നു കേൾക്കില്ല. അപ്പോഴും ചോദ്യം, മാ ഫഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തായി തീർച്ചല്ലോ.
അപ്പൊ ഉമ്മ ചെന്ന് വല്ലാഹി മാലി ഇൽമും ബിസാഹിബി, നിന്റെ ആളെ ಬಗ್ಗೆ കൊത്തില്ല. ഇമപ്പ മുസ്ലിം അല്ല, സിദ്ദീഖ് റളിയല്ലാഹു ഉമ്മ മുസ്ലിമത്തല്ല, ബാപ്പ മുസ്ലിം അല്ല, ആരും മുസ്ലിം അല്ല. അപ്പൊ അവിടെ കേക്ക് നക്കത് കൊത്തില്ല. അപ്പൊ അയാൾ ചോദിച്ചു, അവിടെ ഉമ്മു ജമീലുണ്ടല്ലോ ഖത്താബിന്റെ മോൾ, ആ ഉമ്മു ജമീലിന്റെ മുട്ട പോയിട്ട് കേക്കോ നക്കിപ്പോ അത് കൊത്താവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തായിരുന്നു. അങ്ങനെ നേരെ ഉമ്മു ജമീലിന്റെ മുട്ട ഉമ്മ പോയിട്ട് ചെല്ല് അബൂബക്കർ മുഹമ്മദ് ബിൻ അബ്ദില്ലാന്റെ വകി കേട്ടോണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അയിമ ചെന്ന് നക്കത് കൊത്തില്ല. വേണം ഞാൻ നീളൊട്ടി ബണ്ട നീള മുട്ട പോയി നോക്കാം. അങ്ങനെ പോയി നോക്കുമ്പോ ഉമ്മു ജമീൽ ജോറും ശക്തിക്കിട് ഇങ്ങനെ മുന്നേ കാവാല ഭക്ഷണം കഴിക്കോ തിന്നോ കുടിക്കോ. അപ്പോഴാണ് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മൂന്നാമത് കേട്ടു ഫമാഫഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകണ്ട എന്തായിട്ട്. അപ്പൊ ഈ ചോദിച്ചു സാലിമുൻ സാലിഹ്, എന്തോ ആയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോഗ്യവന്തനായിട്ടുണ്ടോ, രക്ഷപ്പെട്ടിട്ടുണ്ടോ, അടിച്ചിട്ടില്ലാറോ. അപ്പൊ ഇനി അടുത്ത ക്വസ്റ്റ്യൻ അയിനഹുവ, എവിടെ ഉണ്ടോ താൻ കേട്ടോണ്ടു. അപ്പൊ ചെന്നാൽ ദാറുകളുള്ള അർത്ഥം, ദാറുകളുള്ള അർത്ഥം ചെന്നെങ്കിൽ മക്കത്തെ സ്വഫാ പ്രബോധത്തെ മുട്ടയിന്നൊരാളാണ്. ഇവരുള്ള അർത്ഥമുള്ള അവ രഹസ്യ പ്രബോധന അവിടെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കുറച്ചാൽമാർ ഉമർ റളിയല്ലാഹു അൻഹു മുസ്ലിമോടത്തോളം രഹസ്യമായ പ്രബോധനയാണ്. ആ ഔത്തുൽ തെച്ചിട്ടാണ് മീറ്റിംഗും ക്ലാസ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ദാറുകളുള്ള അർത്ഥങ്ങളുണ്ട് ഓർച്ചത്. അപ്പൊ ഇയാളുടെ മറുപടി ഫഇന്ന ലില്ലാഹി അലയ്യ അല്ലാ അദൂക തുആമൻ വലാ അശ്റബ ശറാബൻ ഔ ആതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട പോയിട്ട് കാണ്ടവത്തോളം ഒരല്പം തണ്ണി ഞാൻ കുടിക്കുകയില്ല, ഒരു ഭക്ഷണവും കഴിക്കുകയില്ല. അത്ര അതിപ്പോ നമുക്ക് കാണും. അങ്ങനെ ജണ്ട താങ്ങി പിടിച്ചിട്ടാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട വിളിച്ചു പോയാൽ അവിടെ ചരിത്രം ചൊല്ലു ഫഅഖബ്ബ അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖബ്ബലഹു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പൂന്തു ചെന്നങ്ങ് അണച്ചു കൂട്ടി ചുംബിച്ചിട്ട് കണ്ടിട്ട് വാരി വേജാറായിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അക്കെന്നും പ്രയാസമായിട്ടില്ല നബി. അതുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ഒരു അസുഖം പ്രയാസം മാറെപ്പാൻ ചെന്നെങ്കിൽ ഇങ്ങനെ ഭക്ഷണം കൊടുത്തെങ്കും മാറുന്നതല്ല, തണ്ണി കൊടുത്തെങ്കും മാറുന്നതല്ല, ഈ മഹബത്തും ചൊന്നെങ്കിൽ അതാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുട്ടത്തെയാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇതെന്തും കൊടുത്തെങ്കിൽ അയാൾ മാറുന്നതല്ല. ഇങ്ങനെ വിചാരിച്ചിട്ട് അയാൾ തണ്ണി കൊടുക്കണോ ഭക്ഷണം കൊടുക്കണോട്ടുള്ള പിന്നെയും ചൊന്നോട്ടുള്ള. പക്ഷെ അതെന്തും തിണ്ടെങ്ക അയാളെ അസുഖമോ പ്രയാസം നീങ്ങില്ല. അത് നീങ്ങുന്നുണ്ടായെങ്കിൽ അയാളെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുന്നുണ്ടാകും. കണ്ടപാടെ പ്രയാസങ്ങളൊന്നും ഇല്ലാണ്ടായിട്ട്. എന്നിട്ട് ഒരു ചോദ്യം, അയാൾ ഒരു ചാൻസ് യൂസ് ആക്കിയിട്ട് എന്റെ ഉമ്മ ഒറ്റയ്ക്ക് കൊണ്ടു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹാദിഹി ഉമ്മി, ഇത് നിന്റെ ഉമ്മയാണ്, മോന്റെ നല്ല നോക്കുടെ ഉമ്മയാണ്. അന്ത മുബാറക്, നിങ്ങൾ വലിയ ബർക്കത്തുള്ള ആളല്ലേ, അതുകൊണ്ട് നിന്റെ ഉമ്മയെ നരകത്തിൽ നിന്ന് ഒന്ന് മോചിപ്പിക്കൂ, നീ അത് വാർക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമ്മക്ക് ദ്വാർപൂജൻ. അങ്ങനെ ചെന്നപാടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദ്വാരത്തുണ്ടാകും. ദ്വാർന്ന ഉടനെ അസ്ലമത് അയിമ മുസ്ലിമായിട്ട് ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമ്മ മുസ്ലിമാവോട്. അങ്ങനെ അതേ നാളിലാണ് ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ഇസ്ലാം കടന്നു വന്നു. ഇതൊക്കെ ഈ സംഭവം ഞാൻ എന്തിൽ ചെന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങേയറ്റം സ്നേഹിച്ചെനിക്കത്തെ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സംഭവമാണ്. ഇവിടെ ഉമ്മക്ക് തുറന്ന പോലെ ഉമ്മ പരിശുദ്ധമായി ഇസ്ലാമു കടന്നു വണ്ട്. അതുപോലത്തെ ഒരു സംഭവമാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മുന്നവർക്ക് ഞാൻ വിശദീകരിച്ചത്. സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അങ്ങനെ അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിശുദ്ധമായ ഇസ്ലാമു പോലത്തെ ലാസ്റ്റ് സമയത്താണ് വണ്ട്. അങ്ങനെ വന്നപ്പ അയാളുടെ ഒരു പ്രയാസം എന്തെന്ന് ചൊന്നെങ്കിൽ ഉമ്മ ഇസ്ലാമിലില്ല. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉമ്മ മുസ്ലിമത്തല്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ പറയും ഔത്തുൽ പോയപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഭയങ്കര പറയും. അതുവരെ സഹിച്ചെങ്കത്തെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അണ്ട് ഭയങ്കര ബേജാറാവും, സഹിക്കുകയാവില്ല. കാരണം തന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ പറഞ്ഞിട്ടല്ല തന്റെ ഉമ്മ, അതുകൊണ്ട് ഭയങ്കര പ്രയാസമാവുള്ളൂ. എന്താക്കലേ നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട പോയിട്ട് ചെല്ല് അല്ലാഹുമ്മ നബിയെ തന്റെ ഉമ്മക്ക് വേനായിട്ട് നീ അത് ഓർക്കണോ, ഇനി ഉമ്മയുടെ മുട്ടത്തെ ഇരിക്കോ എന്നൊക്കെ സാധ്യതയില്ല, ഇനിയിപ്പോ ആവർത്തിക്കും ചിലപ്പോ ഉമ്മ, അതുകൊണ്ട് ഇന്ത് അവസാനിക്കണോ നീ അത് ഓർക്കണോ. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത് വാ അല്ലാഹുമ്മ ഹദി ഉമ്മ അബീ ഹുറൈറ,
അബൂ ഹുറൈറയുടെ ഉമ്മക്ക് നീ ഹിദായത്ത് കൊടുക്കണമെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. അങ്ങനെ അബൂ ഹുറൈറ വലിയ സന്തോഷത്തിൽ, അയാള് ബർബ ഭയങ്കര കുളിപ്പിട്ടുകൊണ്ടാണ് വന്നത്. റിട്ടേൺ പോകുമ്പോ സന്തോഷത്തിലുമാണ്, കാരണം ദുആ കിട്ടിയിട്ടല്ലേ, ഈ ഉറപ്പാണ്. അങ്ങനെ കരഞ്ഞോണ്ട് വന്ന് ആള് ചിരിച്ചോണ്ടാണ് ഭയങ്കര കുശിയിൽ. ഔത്ത് പോയി നോക്കുമ്പോ ഔത്തരെ റൂം വയൽ ബന്ധായി, തൊടുമ്പോ ഓപ്പണാക്കല്ലേ. അങ്ങനെ കുറച്ചു നേരം അവിടെ നിൽക്കൂച്ചെന്ന് തോന്നുന്നത് ഉമ്മ. പിന്നെ ഉമ്മ വായിലെടുക്കട് ഓപ്പണാക്കട്. ഉമ്മ ശുദ്ധിയായിട്ട് ക്ലീൻ ആയിട്ട് പുറത്ത് പണ്ട് മോന്റെ ഉമ്മ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ചെന്നോളൂ. എങ്ങനത്തെ വലിയ ശത്രുവാണെങ്കിലും എത്ര വലിയ ആളാണെങ്കിലും ചില ആത്മാരെ സാമീപ്യം കിട്ടുമ്പോ അവൻ സമാധാനം കൊണ്ടുപോകും. എത്ര വലിയ ആളായെങ്കിലും പരിശുദ്ധമായ ഇസ്ലാം കടന്നു വരാം. ഇവിടെ നോക്കൂ, 300 സെക്കൻഡിൽ നബിസ്വല്ലല്ലാഹു ആക്ഷേപിച്ചെങ്കിൽ എത്ര പെണ്ണ്, എങ്ങനെയാണ് ഈ ഒരു പ്രക്രിയ അവിടെ നടക്കണേന്ന് ചോദിച്ചെങ്കിൽ ഇവിടെ ദുആ നടത്ത്, അള്ളാഹുടെ ഖദാറുണ്ട്, അള്ളാഹു ആ ഉമ്മയുടെ ഖൽബിൽ ഹിദായത്തിന് വെളിച്ചം കൊടുക്കുക. ഇവിടെ നാട്ടിലുള്ള ഈ സ്വഹാബത്തെല്ലാം എല്ലാവരും അങ്ങനെയാണ്. ഞങ്ങളുടെ വിഷയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആക്ഷേപിച്ചപ്പോൾ സഹിക്കുകയില്ല. അത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാലത്തെ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ ആരും അവരുടെ സയ്യിദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ വന്നപ്പോ അയാളെ ഉമ്മ ചെല്ലെ നീ ഇസ്ലാം എടുത്തോട്ട് മാറിയിട്ട് നിന്റെ ധർമ്മത്തിക്ക് പറഞ്ഞു. അങ്ങനെ പിന്നെയും നിർബന്ധിപ്പിക്കുക. എത്ര നിർബന്ധിപ്പിച്ചിട്ടും പിന്നെ ഒരാൾ ഇസ്ലാമോട് മാധുര്യം അനുഭവിച്ചാണ്ടായിട്ട് പിന്നെ അവൻ രണ്ടാമത് തിരിച്ചു കൊണ്ടേറ്റില്ല. അത് തീക്കിലും പോലെ അവിടെ പോകും. അപ്പൊ ഈ ഉമ്മ എന്ത് ചൊന്നും കേൾക്കില്ല, നീ തിരിച്ചു പറഞ്ഞു. അപ്പൊ ചൊത്തു ഇനി അവസാനത്തെ ഒരു കാര്യമാണ് എടുക്കുന്നത്, നീ തിരിച്ചു വന്നില്ലെങ്കിൽ 4 ഭക്ഷണം തിന്നാട്ട് തണ്ണി കുടിക്കാൻ ചത്തിട്ട് പോകണ്ടേ, വച്ചിട്ട് പോകണ്ടേ ചെല്ലു. അപ്പൊ അങ്ങനെങ്കിലും തിരിച്ചു പറഞ്ഞോണ്ടാ വിചാരിച്ചത്. അപ്പൊ സയ്യിദ് ഇമാം ചെന്ന് ഉമ്മ ഈ ഒരു ഇതിനായിട്ട് അപ്പുറത്ത് ചെന്നതും നടക്കാതെ നീങ്ങ ഒരു ഉമ്മല്ല 100 ഉമ്മയുടെ ഈ വിഷയത്തിൽ ബലി കൊടുക്കണായി വന്നെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പൊട്ട വേണ്ടെങ്കിൽ വിഷയമില്ല. കാരണം ആദ്യം അള്ളാഹുവാണ്, പിന്നെ അള്ളാഹുയുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്ലാം ചൊല്ലുന്നത് അങ്ങനെയാണ്. ബാപ്പവുമല്ല പിന്നത്തെ വിഷയമാണ്. ബാപ്പവുമ്മ നേരിൽ അനുസരിക്കുന്നവരുണ്ടായിട്ട് നേരെ അനുസരിക്കുക, ഇതല്ല, ഇത് ഉൾട്ടാണ്, വർക്കറാണ് തന്നുകൊണ്ടുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുടുംബമാണ്. ഇക്കട്ട് ബഹുമാനപ്പെട്ട സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഗൗരവമുള്ള ഒരാൾ മഹബ്ബത്തിന്റെ വിഷയത്തിലും ഇല്ല, ഏത് വിഷയത്തിലും ചരിത്രത്തിൽ കാണാൻ സാധ്യയില്ല. ഒരു നാൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചൊല്ലി വല്ലാഹി ലൈലത്തുൻ മിൻ അബീ ബക്രിൻ വയൗമുൻ ഖൈറുൻ മിൻ ഉമരി ഉമർ. അയാൾ ചൊല്ലെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഓർജാവും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓർപ്പോൾ ഉമറിന്റെ ആയുസ്സാട്ടി ഖൈറാണ്. ഉമറിന് 63 വർഷം ആയുസ്സുണ്ടായെങ്കിൽ ഈ 63 വയസ്സ് ആയുസ്സാട്ടി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഓർജാവും ഒരു പോലാണ് ഖൈർ. അപ്പോ കേട്ടാൽ ഏതാണത് ചൊൽത്തർട്ട നാം യാ അമീറുൽ മുഅ്മിനീൻ ജാവേദ് കേട്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊട്ടിയെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മക്കത്തെ മദീനത്തിൽ ഹിജ്റ പോയ വിഷയം ഇന്നലെ നിങ്ങൾ ചെന്നാൽ ഹിജ്റ പോകുമ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഫജഅല യംശി മറത്തൻ അമാമഹു വമറത്തൻ ഖൽഫഹു. ഒക്കെ എതിരിൽ പോണ്ടു, ഒക്കെ ബാക്കിൽ പോണ്ടു, റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡ് ഇങ്ങനെല്ലാം പോയിട്ടല്ലേ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കു മഹാദായ അബൂബക്കർ, എന്തായിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്തായിട്ട് കേട്ടപ്പ ശത്രുക്കൾ പണ്ടാരും ചെല്ല പേടിയാവോളൂ ഒന്നത്. രണ്ടാമത് കാലിൽ രക്തം പണ്ടത് കണ്ടപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുഞ്ചിൽ കൊണ്ടുപോയിട്ട് ഇതെല്ലാം ഒന്നാളിൽ സംഭവിക്കുന്ന വിഷയമാണ്. അതുപോലെ ഗുഹയുടെ ഒഴുക പോകുമ്പോ നിങ്ങ ഫസ്റ്റ് പോകണ്ട, ഞാൻ പോണ്ടെന്ന് ചെന്നിട്ട് അതിലുള്ളതെല്ലാം നീക്കിട്ട് പാമ്പങ്ങ് കടിച്ചിട്ട് ഇങ്ങനത്തെ എല്ലാ സംഭവം ഉണ്ടല്ലേ. ഈ ജാവാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അണ്ടത്തെ ജാവു സമാനമായ ഒരു ജാവു ലോക ചരിത്രത്തിൽ ഒരാൾക്കും കിട്ടുകയില്ല. അതുകൊണ്ടാണ് ഖുർആൻ ഇത് യഖൂലു ലിസ്വാഹിബിഹി, ഖുർആൻ ചെന്നല്ലേ താനിയസ്നൈനി ഇദ്ഹുമാ ഫിൽ ഗാർ, രണ്ടാളവർക്ക് ഖുർആൻ പരിചയപ്പെടുത്തിയതുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിൽ ഒരാളാണ്. അങ്ങ് ഗുഹയുടെ ഉള്ളിൽ രക്തം ആ നാൾ അല്ലാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിച്ചതാ. അപ്പൊ അങ്ങനത്തെ ഒരു നാൾ ഒരാൾക്ക് കിട്ടുകയില്ല ചരിത്രത്തിൽ. അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ എത്ര പണിയെടുത്തെങ്കിലും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ഒരു ജാവു വരേണ്ട ഒന്നത് പോലെന്ന് കേട്ടെങ്കിൽ അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോ കുറെ ആൾമാർ മുഹ്തദായ ഇസ്ലാമിൽ മറന്നുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോ ഇഖ്തിലാഫ് അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം സുറൈ
ഒന്നാമത്തെ അഭിപ്രായ വ്യത്യാസമേ നബിതങ്ങൾ വഫാത്തായില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന്റെ എനിക്ക് അഭിപ്രായ വ്യത്യാസം. അപ്പൊ കുറെ മുനാഫിഖീങ്ങൾ കപട വിശ്വാസം കുറെ ആൾമാരില്ല. അങ്ങനെ ഈ ചാൻസ് മുതലെടുത്ത് കുറെ ആൾ മുർത്തത്തായി പോയാൽ ഇസ്ലാമിനെ പുറത്തുപോയാൽ. പിന്നെ ചില ആൾമാർ സക്കാത്ത് കണ്ടില്ല എന്ന് തോന്നാൽ ഭയങ്കര ശുദ്ധീകൃതിയുള്ള അധികാരത്തിൽ വരുമ്പോ സമസ്യരമേൽ സമസ്യയാണ്. ഞാൻ സക്കാത്ത് കണ്ടില്ല എന്ന് തോന്നാറ്. അങ്ങനെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അപ്പോ ശുദ്ധീകൃതിയുള്ളവൻ ചേർത്ത് സക്കാത്ത് തലഞ്ഞെത്ത ആൾമാർക്കെതിരെ ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുകയായിരുന്നു ചൊല്ലും. അപ്പൊ അങ്ങനെ ചൊല്ലു കാരണമുണ്ട്. സക്കാത്ത് നിനക്ക് നിങ്ങൾ കണ്ടില്ല, ഞാൻ നബിസല്ലല്ലാഹു കൊടുക്കണോണ്ടാണ് ഖുർആൻ ചൊല്ലുന്നത്. നിങ്ങൾ കണ്ടില്ല എന്ന് ചൊന്നിട്ട് അങ്ങ് ചൊല്ലു വാദാക്കുക. ശുദ്ധീകൃതിയുള്ളവൻ ഇല്ല, ഞാൻ പിന്നെ സക്കാത്ത് തന്നില്ല ചൊന്ന ആൾമാർക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുക ഒന്നും. പിന്നെ അവിടെ അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. എത്രത്തോളം ചെന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അങ്ങാ സക്കാത്തിലെ ഒട്ട കൊടുക്കുമ്പോ അതിനെ കയറിൽ ഇങ്ങനെ കെട്ടിട്ട് പോകുമ്പോ കൊടുത്തോണ്ടിരുന്ന പേരില്ല. അത് തന്നില്ലെങ്കിൽ വരെ യുദ്ധം ചെയ്യുക സ്ട്രോങ് അഡ്ജസ്റ്റ്മെന്റ് വിഷയം കൂടി ഇല്ല. എന്താണോ അത് കണ്ട് നടന്നുകൊണ്ടിരുന്നത് നടക്കണേ തടയുകാവില്ല എന്ന് ചോദിച്ചു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖ് റളിയല്ലാഹു മുട്ട പോകണ്ടോ അത് അച്ഛല്ലേ സിദ്ദീഖ് റളിയല്ലാഹു മുട്ട പോയി ചെല്ല് ഇത്ര സ്ട്രോങ് വേണമെങ്കിൽ ഇത്ര സ്ട്രോങ് വേണാണ്ട് കേട്ട ആ ഒരു കോലം നീ ഒന്ന് ആൾമാർഗത്തിൽ മയം ചെയ്യണോ എന്നപ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഭയങ്കര സ്ട്രോങ് അയാൾ ചെല്ലുക ജബ്ബാറുൻ ഫിൽ ജാഹിലിയ്യത്തി വഖവാറുൻ ഫിൽ ഇസ്ലാം. ജാഹിലിയത്തിൽ ഇത്രയും പേര് സ്ട്രോങ് ആയിട്ടിരുന്ന ഉമർ ഇസ്ലാം വന്നപ്പോ ഇത്രയും ഒരു പേടിയ ആളായ എന്തേ ചോദിച്ചു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എതിരെ തിരിഞ്ഞു ഉമർ റളിയല്ലാഹു പറയുക അങ്ങനെ അങ്ങനെ ഞാൻ എടുത്ത അഭിപ്രായത്തെ തൊട്ട് മാറുന്ന വിഷയമേ ഇല്ല. അങ്ങനെ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ഒരു നിലപാടുണ്ടല്ലോ സിദ്ദീഖ് റളിയല്ലാഹു അതൊരു നിലപാടാണ്. അണ്ട് വെച്ച് സിദ്ദീഖ് റളിയല്ലാഹു എതിർക്കാണെങ്കിൽ ഇസ്ലാമിക് കലർക്ക് അണ്ട് ആ മഹാൻ എടുത്തെനിക്കെത്ത ഒരു നിലപാട് കൊണ്ടാണ് ഇസ്ലാം വേണ്ടി നിലനിന്നിട്ടുള്ളത്. പിന്നെ ഉമർ റളിയല്ലാഹു അർത്ഥമുള്ളൂ ആ മഹാൻ അച്ഛനാക്കള് ഉമറിന്റെ ആയുസ് മൊത്തം കൊടുത്തെങ്കിലും സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ആ ഒരു നാൾക്ക് വരലായിട്ടാണ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെന്നുള്ളത്. അപ്പൊ ഇക്കട്ട് കൂടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹുവിന്റെ മൊത്തം ആയുസ് ആ ഒരു ജാവ് ഒരു നാൾക്ക് കൊടുക്കുക റെഡിയാണ്. എന്തെങ്കിൽ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതായിട്ട് ചരിത്രത്തിൽ ഒരാൾക്കും കിട്ടാത്ത ഖിദ്മത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആക്കുക സാധ്യമായിട്ട്. ഞാൻ ഇന്നലെ ചെന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് ഒരേപോലെ ചെന്നെങ്കിൽ ഒന്ന് പിന്നെ സിദ്ദീഖ് റളിയല്ലാഹു എന്ത് ഇല്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേൾക്കണമെന്നില്ല അങ്ങനെ എടുക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തൊരു ചെത്ത അത് ഒന്നാമത് അനുസരിക്കണമെങ്കിൽ പല രംഗത്ത് നിങ്ങൾ കാണാം. ഇസ്ലാമിക സംഭവം ചെന്നപ്പോ കുറെ ആൾമാർ വിശ്വസിച്ചില്ല. ശത്രുക്കൾ വിചാരിച്ചാൽ ഇന്ദു സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ബാക്ക് സാധ്യം. ഒന്നാമത് മുസ്ലിമായ ആൾ അയാളാണ്. ഇനി ഫസ്റ്റ് അയാൾ എതിരത്തൊട്ട് നീക്കൂ സാധ്യമാണ്. കാരണം ഇതയാൾ നമ്പർ സിദ്ദീഖ് നമ്പില്ലെങ്കിൽ ബാക്കി ആൾമാരെല്ലാം ജാവട്ടു സുലഭാണ്. അങ്ങനെ ഓടിയാൽ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മുട്ട പോയിട്ട് ചെന്നാൽ നിങ്ങളെ സാഹിബുണ്ടല്ലേ അയാൾ ഇങ്ങനെ ചെന്നോണ്ടുള്ളൂ. രാത്രിയിലെ കുറച്ച് സമയത്ത് എവിടെയെല്ലാം പോയി വന്നൂടെ ഇസ്ലാമികളാണ് നടത്തിയിട്ടുണ്ടാകുന്ന ചൊല്ലി ഒക്കുമായ വിഷയമാ അവ കേൾക്കുന്നത്. ഈ നീ ചൊല്ലുന്നത് നേരാ അതാണ് ഇപ്പൊ സംശയമുള്ളൂ. നീ ചൊല്ലുന്നത് നേരാ നന്റെ സാഹിബ് അങ്ങനെ ചൊന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അതും അതിനൊക്കെ അപ്പുറത്തതും നമുക്ക് ഇപ്പൊ സിദ്ധാണെന്നാണ് ചെയ്യുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു അപ്പ ആ സിദ്ദീഖുകളുടെ പേര് സ്ഥാനമാകുന്നതോ സത്യസന്ധനാണ്, പരമസത്യമാണ്, ഭയങ്കര സത്യം ചൊല്ലുന്ന ആളാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഹുദൈബിയ സന്ധി നടക്കണമെങ്കിൽ ടൈം അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ മക്കത്തിൽ ഉംറത്ത് ഇഹ്റാം കെട്ടി വേണ്ട ഹിജ്റ 6ാമത്തെ വർഷം. അങ്ങനെ 6ാമത്തെ വർഷം ഉംറത്ത് ഇഹ്റാം കെട്ടി വന്നപ്പോ ഹുദൈബിയ ചൊല്ലുന്ന ജാഗയിൽ തടയിലാണ് പോകില്ല. ഹുദൈബിയ തന്നെ മക്കത്തെ കൊണ്ട് എത്തിയിട്ടായില്ല. ഇനി നിങ്ങൾ മക്കത്തെ ഉള്ള കടക്കോ തീരാട്ട സ്വന്തം സിദ്ദീഖ് റളിയല്ലാഹു എല്ലാ സ്വഹാബത്തുകളുടെ അവിടെയാണ് വലിയ സന്ധി കരാറെല്ലാം നടന്ന വലിയ സംഭവങ്ങളുള്ള ജാഗയാണ് ഹുദൈബിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബർലിന്റെ ഇടയിൽ കഞ്ഞി കൊടുത്തെങ്കിലുള്ള ജാഗയാണ് ഹുദൈബിയ. ആ ഹുദൈബിയത്തിൽ ഒരു ഹദീസ് ഒരു സംഭവങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹു അവിടെ എന്താ അവിടെ ചെന്നെങ്കിൽ ഇപ്പൊ ഇങ്ങ മദീനത്തെ മക്കത്ത് ഉംറ ഉദ്ദേശിച്ചിട്ടാണ് വന്നത്. ഉംറ ഉദ്ദേശിച്ചിട്ട് വന്നപ്പോ പാതിൽ വെച്ച് ശത്രുക്കൾ തടയിടാറ്
അങ്ങ ഒപ്പന്തത്തിന് വണ്ടാറ് കുറെ ഒപ്പന്ത ആക്കിട് ആ ഒപ്പന്തത്തെ കൂട്ടത്തിൽ നേര് വാഹിർ പുറം ഭാഗം നോക്കുമ്പോ നങ്ങ തെല്ലി കീഴായ പോലെ ഉണ്ട്, അങ്ക് തെല്ലി ആറെ കൊടുത്ത പോലെ ഉണ്ട്. അങ്ങനെല്ലാം ഉണ്ട്. ആ ശത്രുക്കളായ ആരെങ്കിലും മക്കത്തെ മദീനത്ത് മുസ്ലിമായിട്ട് വന്നെങ്കിൽ അങ്ങനെ നേരെ മക്കത്ത് കടത്തുന്നുണ്ടാകുന്നുണ്ടല്ലേ. അതേ സമയത്ത് നിങ്ങളെ മുട്ടത്ത് ആരെങ്കിലും ഞങ്ങളെ മുട്ട വന്നെ ഞങ്ങൾ കടത്താലുണ്ടാകുന്നുണ്ടല്ലേ. ഇത് നീ ബഗ്ഗും അപ്പൊ ലാഹിറിൽ നോക്കുമ്പോ എന്താ അങ്ങനെയായിട്ടുള്ള ഞങ്ങൾ കേൾക്കുക. പക്ഷെ അവിടെ ഈ നേതാവ് അതിന് മസലത്ത് വന്നിട്ടു ശത്രുക്കളെ ഒപ്പന്തെതിരെ ഞങ്ങളെ കൂട്ടത്തെ മുശ്രിക്കീങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ നിങ്ങളെ മുട്ട വന്നെങ്കിൽ റിട്ടേൺ ആക്കും ഞങ്ങളെ മുട്ട. അതേ സമയത്ത് നിങ്ങളാരെങ്കിലും ഞങ്ങളെ മുട്ട വന്നാൽ ഞങ്ങൾ കടത്തില്ല. ഇങ്ങനത്തെ സുമാറും ഇതെല്ലാം പുറത്ത് നോക്കുമ്പോ എന്തരമാവോടു ബേജാറിക്കും ഇതിന്റെ ഇങ്ങനെ അങ്ങനെ ഞങ്ങൾ അത്ര അക്കീലായിട്ട് കൊടുക്കണം. അവിടെ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുട്ട കൊണ്ടു പോയിട്ട് അയാളെ ചോദ്യം നോക്കും, അലസ്ത നബിയല്ലാഹി ഹഖ്ക, നിങ്ങൾ അല്ലാഹുവിന്റെ നബിയല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ നേരായ നബിയല്ലേ? ഖാല ബല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അതെ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തേത്, ഞങ്ങ സത്യത്തെ മേലുള്ള ഞങ്ങളെ ശത്രുക്കൾ ബാത്തിലിന്റെ മേലുള്ള ഇത് ഉറപ്പല്ലേ? ഖാല ബല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അതും ഉറപ്പു. പിന്നെന്തിനാണ് ഞങ്ങൾ ഇത്ര കീഴാവുള്ളൂ, ഞങ്ങൾ ഇങ്ങനെ എന്തിനാക്കുള്ളൂ കേട്ടു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ മറുപടി നന്റെ വകയുള്ള ഇതാക്കിക്കൊണ്ടുള്ള ഇന്നി റസൂലുള്ളാഹി വലസ്തു അസീഹി വഹുവ നാസിരി. പലക്കങ്ങനെ ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്, അല്ലാഹു ഞാൻ എതിരാട്ടെങ്കിൽ ആളല്ല, അല്ലാഹു എന്റെ സഹായിക്കുന്നതാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ മറുപടി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പിന്നൊരു ക്വസ്റ്റ്യൻ എന്തിനെങ്കിൽ നീ ചെന്നറാറല്ലേ പരിശുദ്ധമായ കഅബാലയത്തിൽ പോയിട്ട് ഞങ്ങൾ തവാഫാക്കുക, ഉംറത്തുകല്ലേ ഇറാം കെട്ടി വന്നത്, അങ്ങനെ നീ ചെന്നറാറല്ലേ ഞങ്ങൾക്ക് പോകണ്ടേ? കാല ഞങ്ങൾ ചെന്ന് ബല ഞാൻ ചെന്നെടുക്കൂ. പക്ഷെ ഇതേ വർഷം പോകണ്ടേ ഞാൻ ചെന്നറേ? ഞാൻ ചെന്നിട്ടല്ലേ മദീനത്തെ ഇറാം കെട്ടിയിട്ടാണ് വന്നത്, ഉംറത്ത് പോയി തവാഫാക്ക് പോയി. പക്ഷെ ഇതേ വർഷം പോകണ്ടേ? അങ്ങനെ ഞാൻ ചെന്നറേ കൊടുത്തു ഞാൻ ചെന്നില്ലേ, ഇതേ വർഷം പോകണ്ടേ ചെന്നില്ല. നിങ്ങൾ പോണ്ടാറ് തവാഫാക്കടാറും ചോ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കേട്ടു. കേട്ടിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പിന്നെ അവിടെ നിർത്തം കൊള്ളില്ല, നേരെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഞങ്ങൾ വിഷയതാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേരെ പോയിട്ട് അതേ ക്വസ്റ്റ്യൻ ഇവിടെ കേട്ടത്, അലൈസ ഹാദാ നബിയല്ലാഹി ഹഖ്ക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കേട്ടത് നീ അല്ലാഹുവിന്റെ നബിയല്ലേ ഹഖായിട്ട്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതേ ക്വസ്റ്റ്യൻ, ഇത് അല്ലാഹുവിന്റെ നബിയല്ലേ ഹഖായിട്ട്? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി ബല അതെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഞങ്ങ സത്യത്തെ മേലില് ശത്രുക്കൾ ബാത്തിന്റെ മേലിലുള്ള അതും സമല്ലേ? കാലബല അതേ ചോദ്യം. പിന്നെ ഞങ്ങൾ എന്ത് ഇത്തരത്താളുടെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. അപ്പോ മറുപടി അയ്യുഹർ റജുൽ ഇന്നഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കേട്ടപ്പോൾ എന്ത് മറുപടി ചൊന്നത്? ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്, അല്ലാഹു നമുക്ക് സഹായിക്കട, ഞാൻ അല്ലാഹു എതിരാട്ട്. അതേ ആൻസറാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെന്നോണ്ടുള്ളത്. അതോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വായിലെ എന്ത് വന്നത് അതേ ആൻസർ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ ചെന്നോണ്ടുള്ളൂ. അത് അല്ലാഹുവിന്റെ റസൂലാണ്, ഒരിക്കലും അല്ലാഹു എതിരാട്ടില്ല, അല്ലാഹു സഹായിക്കടാണ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ, നമുക്ക് കഅബാലയത്തെ മുട്ട പോയിട്ട് തവാഫാക്കുന്നുണ്ടല്ലോ ചൊന്നത്. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെന്ന് നിങ്ങളൊക്കെ ഇതേ വർഷം പോകണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നതാണ് അതേ ആൻസറാണ് ഇവിടെ ആക്കിക്കൊണ്ടുള്ളത് ഇല്ലേ? അപ്പൊ നിങ്ങൾ പോണ്ടാറും ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെന്നതല്ലേ നെക്സ്റ്റ് പോകുള്ളൂ. ഞാൻ എന്ത് ഈ സംഭവം ചെന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ കേട്ട ക്വസ്റ്റ്യന്റെ എന്താണോ ആൻസർ ആക്കി അതേ ആൻസർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വായിൽ തെല്ലും തപ്പാണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടുപോകും. കാരണം ഈ നജൽ ഈ അത്രയും ആത്മമിത്രന്മാരും ചൊല്ലത് കാണും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെന്നെങ്കിൽ അവിടെ അയാളെ കണ്ടില്ല, എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. പിന്നെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇതായിക്കണ്ട അങ്ങനെ പോയി കേട്ടാറാണ്. ഉമർ റളിയല്ലാഹു അൻഹു ഈമാന്റെ പവർ കൊണ്ടാണ് അങ്ങനെ കേൾക്കുന്നത്. കാരണം ഈ ശത്രുക്കൾ ഞങ്ങളെ തടഞ്ഞു വെച്ചാൽ ഞങ്ങൾക്ക് എന്ത് തീർന്നില്ലേ? ഇതെല്ലാം ഉണ്ട് അനുയായികൾ ആവേശം ഇക്കട്. പക്ഷെ ആ ആവേശത്തെ എങ്ങനെ വേണോ അങ്ങനെ ചൊല്ലേണ്ടിട്ട് നേതാവ് പറ്റുള്ളൂ, നേതാവ് ചൊല്ലുകയൊന്നുമില്ല. ഉമർ റളിയല്ലാഹു അൻഹു ചൊല്ലു, ഇത് നമുക്ക് പിന്നെ ഞങ്ങളുടെ തലയിലെപ്പോ ചുറ്റിയുള്ളൂ. എപ്പോഴും നടക്കേ ഇത്ര 6ാമത്തെ വർഷം, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 4 വർഷം ഉള്ളൂ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നെ 2 വർഷം 6 വർഷം, ഉമർ റളിയല്ലാഹു അൻഹു 10 വർഷം, എത്ര വർഷം? 16 വർഷം. ഉമർ റളിയല്ലാഹു അൻഹു 16 വർഷവും നന്റെ തലയിൽ ഇതേ ചുറ്റ് എന്തിനു വന്നിട്ടാ ഞാൻ എന്റെ ഉദയത്തിൽ ഇങ്ങനെ കേട്ടല്ല ക്വസ്റ്റ്യൻ പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നീ കേട്ട തപ്പുണ്ടെന്നും ചെന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ നന്റെ മനസ്സിലൊരു ബേജാറ്, ഞാൻ അങ്ങനെ കേട്ടല്ലേ, ಅದಕ್ಕೆ ನಾವು ಕೊರೇ ಅಮಲ್ ಹಾಕ್ಯ ಅಥವಾ ಸದಕ ಕೊಡುಕಡೆ ನಾನು
നാണ് നോമ്പെടുത്തോണ്ടുള്ള ഇതെല്ലാം എന്ത് ചെയ്യും ചെന്നെങ്കിൽ കുറെ എക്സ്ട്രാ കുറെ കാര്യങ്ങൾ ഞാൻ ആക്കി എന്ത് ചെയ്യും അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊന്ന് സന്തോഷിപ്പിക്കുവാനായിട്ട് 16 വർഷത്തിന് മുതൽ ഹുദൈബിയത്തിൽ നിന്നാണ് തന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എതിർത്ത് പോയി നിങ്ങൾ 4 വർഷം കേട്ടല്ലേ അത് ബേജാറ് കൊണ്ട് ഞാൻ എത്രമാ നോമ്പെടുത്ത എത്രമാ സദഖ കൊടുത്ത് അതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസ്സിൽ വന്നിട്ടില്ല. അതിന്റെ ഉമർ റളിയല്ലാഹു അൻഹു ബേജാറാണ്. അങ്ങനെ പറമ്പുകൾ അതുക്ക് മേലായിട്ട് ഞാൻ കുറെ പണിയെടുത്ത് അതേ ഹുദൈബിയ സന്ധി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹു ചെന്നിട്ട് ഞങ്ങൾ ഇപ്പൊ ഇതേറെ കൂടെ തടഞ്ഞിടാറല്ലേ ഒന്ന് മക്കത്ത് നിങ്ങൾ പോയിട്ട് പറഞ്ഞു പോയിട്ട് എന്ത് ചൊല്ലണം ഞങ്ങൾ യുദ്ധത്തിനെന്തും വന്നതല്ല അങ്ങനെ വിചാരിക്കണം ഞങ്ങൾ ഉംറത്തിനാണ് വന്നത് നിങ്ങളുടെ യുദ്ധക്ക് വന്നത് എന്തുകൊണ്ട് അതുകൊണ്ട് തവാഫാക്കിയിട്ട് ഉംറാക്കിയിട്ട് ഞങ്ങൾ പോണ്ട. ഉമർ റളിയല്ലാഹു അൻഹു ഒരു സൂക്തമായ അഭിപ്രായം ചൊല്ലും മക്കത്ത് നക്കാറില്ല. അതേ സമയത്ത് മക്കത്ത് കടത്തിക്കൊടുക്കാൻ പറ്റിയ ആളാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. അയാൾക്ക് അവിടെ ആത്മാരങ്ങളുള്ള അതുകൊണ്ട് അയാൾ എന്തുവാക്കാൻ അയാൾ ചൊല്ലി കേൾക്കുവാറ്. അങ്ങനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മർമോന്റെ വിളിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുടെ പരിശുദ്ധമായ മക്കത്തിൽ ശത്രുക്കളൊട്ടിയും മുണ്ടോടത്തിയപ്പ ഈ എന്താക്കാറെന്ന് ചെന്നെങ്കിൽ അവിടെ 3 നാൾ തടഞ്ഞു വെക്കാറ് സുദ്ധി ഉമർ റളിയല്ലാഹു അൻഹുടെ തടഞ്ഞു വെക്കാറ്. തടഞ്ഞു വെച്ചിട്ട് കൊള്ളില്ല തടഞ്ഞു വെച്ചിട്ട് ആ മഹാന്റെ ഒട്ടിയെ ചെല്ലാറ് ഈ വർഷം ഒരിക്കലും കൊള്ളില്ല മക്കത്ത് ബറവേ തീരങ്ങി അങ്ങ് വാശി പിടിക്കാറ് ബറവേ നിങ്ങളെ കുട്ടയില്ല അങ്ങ് എന്തെങ്കിലും ഒന്ന് ആക്കണോണ്ടിരിക്കും. ബദർ യുദ്ധത്തിൽ നിങ്ങൾ വലിയ വലിയ നേതാക്കന്മാരെല്ലാം ചത്രാറാണ് അതിന് ഉഹുദിൽ പ്രതീകാറാക്കാൻ ചെന്ന് പോയാൽ അതൊന്നും വേനായ പോലെ ആയില്ല. അതിങ്ങനെ ബേജാറിലുള്ള എന്തെങ്കിലും നീ കാക്കണോ അതിന് കിട്ടിയ ചാൻസ് എനിക്കറിയാമോ ഈ മക്കത്ത് വരുമ്പോ അങ്ങനെ തടഞ്ഞു വെച്ചാൽ അങ്ങനെ പിന്നെ ആ വർഷം ഉംറത്ത് കൊണ്ടുള്ള തിരിച്ച് നേരെ മദീനത്ത് പോകണം. അടുത്ത വർഷം ഹിജ്റ 7ാമത്തെ വർഷത്തിലാണ് ഉംറ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാക്കൽ. അങ്ങനെ ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചെല്ലാതെ നീക്ക് വേണ്ടി തവാഫാക്കാം. പിന്നെ അങ്ങനെ പറഞ്ഞുകൂടെ അപ്പൊ ചരിത്രം വായിക്കുമ്പോ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ത് തോന്നുന്നില്ല ഇല്ല അങ്ങനത്തെ തവാഫ് വേണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തവാഫ് ആക്കാണ്ട് താങ്കൾ തവാഫാക്കില്ലേ. അപ്പൊ ഇതാ മാമ്പത്തും ചൊല്ലുന്നത് ഞങ്ങളുടെ ഏതായാലും പോയതല്ലേ ഞാൻ പോയി തവാഫാക്കണം കഅബത്തെ മുട്ട എത്തിയിട്ട് തവാഫാക്കുക ചാൻസ് കിട്ടിക്കുന്ന തവാഫല്ല അവൻ ഞാൻ ചെന്നല്ല എന്റെ തവാഫും കഅബന്റെ പിന്നെ ഫസ്റ്റ് കാര്യം കേട്ടെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം പിന്നെ മദീനത്ത് പോകുമ്പോ ചെല്ലാറല്ലേ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിയാറത്താക്ക് പോകണ്ട. ഞാനങ്ങളുടെ ചെന്ന ഞങ്ങ ഫസ്റ്റ് പോകേണ്ട ലോകത്ത് എന്തുമല്ല ഞങ്ങ ഫസ്റ്റ് പോകേണ്ട മദീനത്തെ വഴി നിശ്ചയിക്കുക എന്തുമല്ല ഞങ്ങൾ ആദ്യത്തെ ഉദ്ദേശം ആരും കേട്ടെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ. ഈ പടക്കാതെ അതവിടാവും അതവിടാവും കാരണം റൗളയുള്ളതും മസ്ജിദ് നബവിയുള്ളത് 1000 10,000 ഉള്ളാക്കിന് എല്ലാം ഈ നേതാവ് പിന്നെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ ഇല്ലെങ്കിൽ എന്തും ഇല്ല. അതുകൊണ്ട് കഅബത്തെ മുട്ട എത്തിയിട്ട് ഞങ്ങൾ പിന്നെ അതിന്റെ ചാൻസ് ആയിട്ട് ചെല്ലത്താം എല്ലാവരും തടഞ്ഞു വെച്ചിരുന്നാല് നാളൊന്ന് പോയപ്പോ നന്റൊട്ടി എന്താക്കോ ചെന്നാല് ഞാൻ അങ്ങനെ ചിന്തിച്ച് വന്ന ഈ വർഷം നക്ക് ഒറ്റയ്ക്ക് ചാൻസ് കിട്ടിയത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചാൻസ് വേണ്ട അയാൾ ചെന്ന പറഞ്ഞത് ഭയങ്കരമാണ്. നാം ഒരിക്കലും തവാഫാക്കില്ല ഹത്താ യതൂഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തവാഫാക്കുക നന്റൊട്ടിയെ തവാഫാക്കുന്നുള്ള നക്കെന്തും വേണ്ട തവാഫും വേണ്ട കഅബും വേണ്ട ഉംറയും വേണ്ട അതിന്റെ കുട്ടികളുള്ളൂ ഞാൻ പോണ്ടേ അവിടെ ഹുദൈബിയത്തിൽ പോണ്ടേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ടു ഇതാണ് മഹബ്ബത്തിൽ ചൊല്ല്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇല്ലാണ്ട് നന്റെ എന്തും ഇല്ല നക്കൊരു അസ്തിത്വമേ ഇല്ല ഞാൻ ആവല്ല. അങ്ങനെ പിന്നെ ഒരു വിഷയം കിട്ടി ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊന്നാറിട്ടുള്ള വിഷയം കിട്ടി വെറുതെ ആരോ പരത്തിയതാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തൊക്കെ അവിടെയാണ് ഹുദൈബിയ ബൈഅത്ത് നടക്കുന്നത്. കാരണം ബൈഅത്തുർ റിദ്വാൻ അവിടെ മറയിട്ട മരത്തടി 1000 ചില്ലാറ സഹാബത്ത് ബൈഅത്ത് നടത്തുറാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈപിടിച്ചിട്ട് എന്തിനെന്ന് ഇനി ഇത്രത്തോളം എത്രമാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കീഴായിട്ട് കൊടുത്തു എന്ത് ആക്കല്ല എന്ന് തോന്നുന്നു. പക്ഷെ ഒരു ദൂതനായ അംബാസിഡറായ ഒരാളെ കൊള്ളുന്ന മര്യാദയല്ല അങ്ങനെ കൊല്ലലിന്റെ ചരിത്രത്തിൽ. അതുകൊണ്ട് ഇനി യുദ്ധത്തിൽ റെഡിയാണ്. അപ്പൊ സഹാബത്ത് അവിടെ ഞങ്ങളുടെ ശരീരം സമർപ്പിക്കുന്ന സിദ്ധാന്തം തങ്ങളുടെ ശക്തമായ ബൈഅത്ത് കരാറ് നടത്തിയ ജാഗയാണ്. ആ കരാറ് പരിശുദ്ധ ഖുർആൻ എടുത്തിരുന്നുകൊണ്ടുള്ള ബൈഅത്തുൽ റിദ്വാന്റെ വകെ ഷജറത്തുൽ അടി മരത്തടിയിൽ അവർ ബൈഅത്ത് നടത്തിയാറ്.
അവിടെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബൈഅത്താക്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അവിടെ ഇല്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലത്തെ കൈ അടുത്ത കൈ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാണ്. ഹാദിഹി ലി ഉസ്മാൻ, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബൈഅത്താക്കിടാറ്. അപ്പൊ ഒരു കൈ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൈ പോലെ ഒരു കൈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരും കൈ കൊടുക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹു മക്കത്തുണ്ട്. അപ്പൊ അത് ഉസ്മാനിലാണ് തീർന്നിട്ട് ബൈഅത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടത്തും. ഇക്കട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബ്ബത്ത് അവിടെയാണ് ബഹുമാനപ്പെട്ട സ്വഹാബത്ത് റളിയല്ലാഹു അൻഹും അങ്ങളെ പിന്നെ ആ രംഗങ്ങളെല്ലാം കണ്ടുകൊണ്ടുള്ള ഇങ്ങനെ ധാരാളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധരായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്ത് ആ ലാസ്റ്റ് ടൈമിൽ പിന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാമത്ത് നിന്നിട്ടുണ്ട്. ഇമാമത്ത് നിന്നപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ പണ്ട് നിസ്കാരത്ത് വന്നപാടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബാക്ക് വന്നു കൊന്തവോ ഇമാമത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബന്ത് ചൊല്ല വിഷയം കിട്ടിയപ്പോ ബാക്ക് വന്നു. അപ്പൊ കേക്കിട് പിന്നെ യാ അബൂബക്കർ മാ മനഅക അൻ തസ്ബു, എന്റെ അവിടെ നിൽക്കാത്ത അവിടെ നിൽക്കുന്നത് നീ എന്റെ അവിടെ നിൽക്കാണ്ട് പിറകു വന്നെന്തേ? അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി മാകാന ലിബ്നി അബീ ഖുഹാഫത അൻ യതഖദ്ദമ ബൈന യദൈ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഖുഹാഫയുടെ മോൻ സിദ്ദീഖ് ആരാണെങ്കിൽ എന്ത് കിട്ടിയില്ലെങ്കിലും നിങ്ങളെ കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് നിങ്ങളെ മുന്നിൽ നിൽക്കുക ഒരിക്കലും ഈ അബൂബക്കർ അർഹതയില്ലാണ്ട് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെന്തുണ്ട. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഏതുവരെ ചെന്നെങ്കിൽ നന്റെ ബാപ്പ മുസ്ലിം അല്ല, പക്ഷെ മുസ്ലിം ആവണം ചെന്നിട്ട് ഭയങ്കര ആശയുണ്ട്. നന്റെ ബാപ്പ മുസ്ലിം ആവണം, നന്റെ ബാപ്പ മുസ്ലിം ആവണം എന്നുള്ള ആശയുണ്ട്. പക്ഷെ എത്ര ആശയില്ലാണ്ട് ചെന്നെങ്കിൽ നിങ്ങളെ മൂത്താവ് അബൂ താലിബ് ഉണ്ടല്ല, അയാളപ്പ ഇസ്ലാം വന്നിട്ടില്ലാത്തത്. അബൂ താലിബിന്റെ ഇസ്ലാം നന്റെ ബാപ്പയുടെ ഇസ്ലാമിന്റെ ആക്കി ആരെ നക്ക് ഇഷ്ടം അബൂ താലിബിയുടെ ഇസ്ലാമാണ്. അതെന്ത് ചെന്നെങ്കിൽ അബൂ താലിബ് നിങ്ങളെ സ്വന്തം മൂത്താവാണ്. അതുകൊണ്ട് നിങ്ങളെ ഇഷ്ടത്തെ നന്റെ ഇഷ്ടത്തായിട്ട് മുന്തിച്ചുകൊണ്ടുള്ളതായിട്ട് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ചെന്നോണ്ടുള്ളത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ധാരാളം വിഷയങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേര് കേട്ടപ്പോ പിൽക്കാലത്ത് കരഞ്ഞോണ്ടിരുന്ന ആളാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. വഫാത്തിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിൽ പിന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ഖലീഫ. അങ്ങനെ ഹിജ്റ 12ാമത്തെ വർഷത്തിൽ മക്കത്ത് കൊണ്ട് ഹജ്ജിക്ക് വണ്ട്. അങ്ങനെ ഹജ്ജിക്ക് വന്നപ്പോ അബൂ ഖുഹാഫ ഉണ്ടല്ലോ, അയാൾ മുസ്ലിമായിട്ട് അയാൾ വയസ്സായിട്ടപ്പുറത്തിൽ മക്കത്തിലുണ്ട്. അങ്ങനെ ആരോ ചെന്നറിയില്ല അബൂ ഖുഹാഫ നിങ്ങളെ മോൻ വന്നിരും ചെന്നാൽ. അപ്പൊ ബാപ്പ വലിയ കൊസിയേക്ക് ബാപ്പ ഇങ്ങനെ എൻറ്റിനിക്കോ പുറത്തേക്ക്. അപ്പൊ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെന്ന് നിങ്ങൾ എൻറ്റിനിക്കോ തീരാൻ ചെന്നിട്ട് നേരെ പോയിട്ട് ബാപ്പയുടെ കണ്ണുടെ ഇടയിൽ ചുംബിച്ചിട്ട് ഭയങ്കര സന്തോഷം രണ്ടാളും കരയു സുഖിക്കാം. അപ്പൊ എല്ലാരും വന്നാർ. അവിടെ നേതാക്കന്മാർ വന്നിട്ട് അസ്സലാമു അലൈക യാ ഖലീഫത റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലിട്ട് സലാം ചൊല്ലു തുടങ്ങിയാർ. അവിടെ ഫജഅല അബൂബക്കർ യബ്കി ഹീന യദ്കുറൂന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി ചെല്ലുമ്പോൾ അവിടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരയും സുഖാക്കിയിട്ട് ഉൾപ്പെടും സുഖാക്കിയിട്ട്. അഥവാ ആ പേര് കേൾക്കുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് കേൾക്കുമ്പോൾ മഹബ്ബത്തിലെ കരച്ചിലാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ചരിത്രത്തിൽ അങ്ങനെ ധാരാളമുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഗ്യമേ ചൊല്ലെങ്കിൽ അത്രയും പ്രവിശാലമായ വിഷയമാണ്. ഇക്കട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോഴും അങ്ങനെ ആ വഫാത്തായപ്പോ അവിടെ ശക്തമായി അതിനെ പിടിച്ചു നിപ്പാട്ടിക്കത്ത ആളും സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. എന്നല്ലേ വഫാത്തായ ഉടനെ ഖിലാഫത്ത് ഇഖ്തിലാഫ് വഫാത്തായില്ലേ തോന്നുന്നു. അന്റെ അസർ ടൈം ആവുമ്പോഴാണ് എനിക്ക് കച്ചിത്താവോട് ഉറപ്പാവും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദൂരത്ത് നേരെ പണ്ട് വന്നിട്ട് ആക്കിയ പണി എന്തെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ ഇങ്ങനെ പിന്നെ മുഖത്തിൽ വസ്ത്രം ഇട്ടിട്ടുള്ളൂ. ആ വസ്ത്രത്തെ ഇങ്ങനെ ഓപ്പൺ ആക്കിയിട്ട് മോൾ ആയിഷ റളിയല്ലാഹു അൻഹ ഔത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എടുത്തിലാറ്. അങ്ങനെ വന്നിട്ട് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചുംബിക്കൽ മുത്തു എന്നിട്ട് ഹയാത്ത് കാലത്തും നീക്ക് ഭയങ്കര സുഗന്ധമാണ്, വഫാത്തിൽ പിന്നെയും നീക്ക് ഭയങ്കര സുഗന്ധമാണ്. രണ്ട് മരണത്തെ അള്ളാഹു നീക്ക് ഒരുമിച്ച് കൊണ്ടുള്ള ഇങ്ങനെ ചൊന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ യാ നബിയല്ലാഹ് വഫാത്തായി പോയെങ്കിലത്തെ ആളെ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിളിച്ചുകൊണ്ട് വഫാത്തായില്ലെങ്കിലും വഫാത്താവാത്ത പോലെയാണ്. ഒരു നായത്തെ പിന്നൊരു നായത്തിൽ പോണ്ടത് മാത്രമാണ്. യഥാർത്ഥത്തിൽ ഇന്തും കബർ ഹയാത്തുള്ള ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ വഫാത്തായി പോയെങ്കിലത്തെ ഒരാളെ ആദ്യമായി വിളിച്ചത് ആരെന്ന് കേട്ടെങ്കിൽ ഈ ഉമ്മത്തിൽ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്.
മറ്റുപോയൊക്കെ ആൾമാർ വിളിച്ചെങ്കിൽ യാ റസൂലുള്ളാഹി ചെന്നെങ്കിൽ അപ്പ ഇസ്ലാമിൽ 10 കൊണ്ടും ചില ആൾമാർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ക്ലാസ് എടുത്തുകൊണ്ടുള്ള വഫാത്തായി പോയ ഉടനെ ആ നേതാവോട് വിളിച്ചിട്ട് ചെന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്കുർനാ ഇൻദ റബ്ബിക വലകും ബിബാലി, നിങ്ങളുടെ റബ്ബിനെ മുട്ട ഞങ്ങളൊന്ന് നനപ്പാക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങളുടെ മനസ്സിലുള്ള ഞങ്ങൾ വേണോഞ്ചൽ. അങ്ങനെ ചെന്നിട്ട് നോക്കുമ്പോ ആ രംഗങ്ങളെല്ലാം ഒട്രാസ് യന്ത്രമായിട്ടുള്ളൂ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പിന്നെ അത് ചെല്ലു പറയുന്ന സംഭവം. ആ ഉമർ റളിയല്ലാഹു അൻഹു കടുക്ക പിടിച്ചപ്പറ ഇവിടെ നടന്നുകൊണ്ടുള്ളതെല്ലാം ഒന്നും അവിടെ ഉമർ റളിയല്ലാഹു അൻഹു വലിയ ദീനനാണ് കേൾക്കുമ്പോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശാന്തനായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷെ കൂടെ അങ്ങനെ ശാന്തനായിട്ട് ഇല്ലെങ്കിൽ ആവാതെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ഒരു വല്ലാത്ത പവർ അല്ലാഹു കൊടുക്കുക ആ രംഗത്തെ കയ്യിലെടുക്കുന്ന അലാദിസിക്കാവുക ഉമറോട് തെക്കുറോഞ്ചൽ ഉമർ തെക്കുള്ളതിന് ഉമർ റളിയല്ലാഹു അൻഹു ഇന്ദ്രമേ ബോധമേ പോയ പോലെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു ഉൾക്കൊള്ളുക എനിക്കില്ല അങ്ക്. അപ്പൊ ആൾമാരെല്ലാം ഉമർ റളിയല്ലാഹു അൻഹു പ്രസംഗം കേട്ടോളൂടാ മദീനത്തെ പള്ളിന്റെ പാട്ടിക്ക് ഇങ്ങനെ ചെന്നോളൂ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു നോക്കുമ്പോ പലക്ക നിപ്പാട്ടി കൊണ്ടില്ലേ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേരെ ആൾമാരെ തിരിഞ്ഞിട്ട് ഒരു ചെണ്ടേ പലക്ക ലോക ചരിത്രത്തിൽ ഹൃസ്വമായ പ്രസംഗമാണ്. വളരെ ചെറിയ പലക്ക, പക്ഷെ അങ്ങനെ ചരിത്രം സൃഷ്ടിക്കുക ബദലാവണം ഉണ്ടാക്കൂ വേറെ ഒരു പ്രസംഗത്തിൽ എത്ര കണ്ടില്ല പ്രസംഗത്തിൽ സാധ്യമായിട്ടിക്കാല. പിന്നെ ഈ സ്വഭാവത്തുള്ള യന്ത്രമോ അവസ്ഥയിൽ ഇരിക്കുമ്പോ വെറും 2 പലക്ക കൊണ്ട് പരിശുദ്ധ ഖുർആനിലെ ആയത്തോടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വഫാത്തായെങ്കിൽ അങ്ങ് കാലകാലം താമസിക്കാറുണ്ടാ നിങ്ങൾ വഫാത്ത് ഔടാറുണ്ടല്ലേ ഖുർആനിലുള്ള. ഇത് കേട്ടപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹു ഈ ആയത്ത് ഇട്ട് ഇറങ്ങിയതുപോലെ വിചാരിച്ചു. ആയത്ത് ഇറങ്ങിയിട്ട് എത്ര ഓട്ടം ഓതിയ അതിന് നട്ടില്ല. നാം വിചാരിച്ചു ഇപ്പൊ ഇറങ്ങിയ പോലെ കൊണ്ട് എല്ലാവർക്കും സൈലന്റ് ആയാൽ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ വെർച്ചോട്ടിന്ന ആൾ അവിടെയേ ഒരു പൂളൻ പോത്തുകൊണ്ടാണ്. എന്ത് അതിൽ ഫിറാഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായിട്ടല്ലേ എന്നുള്ളത് ഉൾക്കൊള്ളുവാണ്ട് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റളിയല്ലാഹു അൻഹു പോത്തുകൊണ്ടാണ്. അപ്പൊ അവിടെ രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഫിറാഖിന്റെ ടൈമിൽ വന്നിട്ട് ശക്തമായ നിലപാടെടുത്ത ആളാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്താവുടെങ്കിൽ എത്തുന്ന ആയിഷ റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നു. ലമ്മാ ഹദറത്തുൽ വഫാത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വഫാത്ത് വരുമ്പോ ഖാല അയ്യു യൗമിൻ ഹാദാ, ഇത് ഏത് നാളുണ്ട് കേട്ടു. വഫാത്തിലും അതാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒട്ടിയെ കൂടിയുണ്ടോ. ഹയാത്തിന് എല്ലാ സമയത്തും ഒട്ടിയാണ്. പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ചൊല്ലുന്നുണ്ട്, ദഖൽതു അന വ അബൂബക്കർ വ ഉമർ, നാനും അബൂബക്കറും ഉമർ ഈ മൂന്നാൾ ഒട്ടിയ ഹയാത്ത് കാലത്ത് പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നുണ്ട്. കാരണം ഒട്ടിയെ കൂടാറ് മൂന്നാൾ വഫാത്തിൽ പിന്നെയും ഒട്ടിയെ കൂടിയാണ്. ആ മൂന്നാൾ 2 മുതൽ 2 വരെ എപ്പോഴും ഒട്ടിയേ ഉള്ളൂ. അവിടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തിന്റെ ടൈം ആയപ്പോൾ കേൾക്കുന്നത് അയ്യ യൗമിൻ ഹാദാ, ഇത് ഏത് നാളിലും കേൾക്കും. അങ്ങനെ ചെന്നാൽ യൗമുൽ ഇസ്നൈൻ, ഇത് തിങ്കളാഴ്ച നാൾ. അപ്പൊ നക്കും ഇന്ത്യ മരിക്കണമെന്നുള്ള ആശയാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ. വഫാത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പോലെയാവും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായത് തിങ്കളാഴ്ചയാണ്. അപ്പൊ ഇത് എന്ത് നാളും കേൾക്കുമ്പോ ഇത് തിങ്കളാഴ്ച. അപ്പൊ ചോദിച്ചു ഞാൻ ഇന്റെ വഫാത്തായെങ്കിൽ നന്റെ നാലകനെ പിടിക്കണ്ടാന്നുള്ളൂ, ഇന്റെ നിങ്ങൾ ദഫനാക്കണോ. കാരണം ഏറ്റവും ഇഷ്ടമുള്ള ജാവാവട്ടെ പോരാവട്ടെ അത് ഏതും കേട്ടെങ്കിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടി അടുപ്പുള്ളേക്ക് എത്ര ദിവസമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായിട്ട് തിങ്കളാഴ്ചയാണ്. അതുകൊണ്ട് നക്കും തിങ്കളാഴ്ച വഫാത്താവുന്നതാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ വഫാത്താവുന്നുണ്ട്. അങ്ങനെ വസിയത്താക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട തന്റെ ദഫനാക്കണോ. അങ്ങനെ ദഫനാക്കിയാൽ പിന്നെ ദഫനാക്കടാട്ടി മുന്നോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബർ ശരീഫിലെ മുട്ട വിളിച്ചുകൊണ്ടാകുന്നതാണ്. അങ്ങനെ വിളിച്ചു വന്നിട്ട് അവിടെ ഇങ്ങനെ വെക്കട സമ്മതം കേട്ടു കൊമ്പറട്ട ഉള്ള. അപ്പോൾ പലത്ത് കേട്ടുണ്ടാണ് അദ്ഖിലുൽ ഹബീബ ഇലൽ ഹബീബ്, ഹബീബിന്റെ മുട്ടമേനിയ കടത്തോടുകൊണ്ട് ഹുജറത്തു ശരീഫത്തെ ഉള്ളത്തെ സൗണ്ട് കേട്ടിട്ടാണ് ചരിത്രം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട നന്റെ ഏറ്റവും വലിയ ഹബീബായ ജീവിതത്തെ ഏറ്റവും എല്ലാ സമയത്തെ സഹവർത്തിയായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുടെ ഒട്ടിയ കടത്തോടുള്ള സൗണ്ട് കേട്ടത്. അപ്പോൾ ഹയാത്ത് കാലത്തും നുബുവത്തിലും ഒന്നിലും നുബുവത്തിൽ പിന്നെയും വഫാത്തിന്റെ വിഷയത്തിലും വഫാത്തിൽ പിന്നെ എന്ത് തോന്നുക നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുട്ടമേ കിടക്കൂ ഇപ്പുറത്ത. അപ്പൊ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒട്ടിയ ഒപ്പത്ത് മുട്ടമേ കിടക്കൂ സൗഭാഗ്യം കിട്ടിയ ഇങ്ങനത്തെ ഒരാളെ ചരിത്രത്തിൽ വേറെ വായിക്കുകയും സാധ്യയില്ല. ഇങ്ങനത്തെ പിന്നെ വന്നതാണ്.
പക്ഷെ എവിടെ ആരെ ചരിത്രങ്ങളിൽ നിന്ന് ചെറുതെങ്കിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നെയാണ് അഫ്ദലുൽ ഖൽഖി ബഅദൽ അംബിയാ യഅ തഹ്ഖീഖ് സയ്യിദുനാ അബൂബക്കർ റളിയല്ലാഹു അൻഹു അംബിയാക്കന്മാർ കഴിഞ്ഞ പിന്നെ ഒന്നാമത്തെ സ്ഥാനമാണ് സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്. അപ്പൊ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുവാനായിട്ട് മാത്രം ജീവിതം ചെലവാക്കിക്കത്ത ലോകത്തെ അതുല്യ നേതാവാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. അങ്ങനെ സംഭവം ഇത്ര മാത്രം എന്തല്ല മഹബത്തിനെ ಬಗ್ಗೆ ചെന്നപ്പോൾ രണ്ട് കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തിയാണ്ട് മാത്രം മഹബത്തിനെ ಬಗ್ಗೆ പഠിക്കുന്നുണ്ടായിട്ട് സ്വഹാബത്തിനെയാണ് ഇങ്ങനെ ലിസ്റ്റാക്കി നോക്കുന്നത്. അവിടെയാണ് അതിലെ അത്ഭുതകരമായ അധ്യായങ്ങളെല്ലാം നമുക്ക് കാണുക സാധ്യവിടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുയുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു ഞങ്ങളുടെ മനസ്സ് ശുദ്ധിയാക്കി തരുമാറാവട്ടെ. നാഫിയായ ഇൽമ് അള്ളാഹു വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. അർഹമുർ റഹീമീനായ റബ്ബേ, എല്ലാവിധ സന്തോഷങ്ങൾ ഞങ്ങൾക്ക് നീ നൽകണം റഹ്മാനെ. ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാഹ് ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ നീ കബൂലാക്കണം റഹ്മാനെ. ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി നീ സ്വീകരിക്കണം റഹ്മാനെ. ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ദീനും ദുനിയാവും ആഖിറവും നീ വിജയിപ്പിക്കണം റഹ്മാനെ. അർഹമുർ റഹീമീനായ റബ്ബേ, പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളുടെ മക്കളെ നീ നന്നാക്കണം റഹ്മാനെ, സ്വാലിഹീങ്ങളാക്കണം റഹ്മാനെ. ഇസ്സത്തുള്ള സജ്ജനങ്ങളിൽ ഞങ്ങളെ നീ പെടുത്തി തരണം റഹ്മാനെ. അർഹമുർ റഹീമീനായ റബ്ബേ, ഇസ്സത്തോടെ ഈമാനോടെ ജീവിപ്പിക്കണം റഹ്മാനെ. അവസാനം മരണം ഖൈറായ സമയത്ത് നല്ല സ്ഥലത്ത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുകൊണ്ട് ഈമാൻ കിട്ടി മരിക്കുന്ന സ്വാലിഹീങ്ങളിൽ ഞങ്ങൾ നീ പെടുത്തി തരണം റഹ്മാനെ. അതിന് ഞങ്ങൾക്ക് ഈ സദസ്സ് നീ കാരണമാക്കി തരണം റഹ്മാനെ. ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ ചെയ്തു കൂട്ടിയ മുഴുവൻ പാപങ്ങൾക്ക് നീ മാപ്പ് നൽകണം റഹ്മാനെ. നീ ഇഷ്ടപ്പെട്ട നിന്റെ സ്വാലിഹീങ്ങളായ ആളുകളിൽ ഞങ്ങൾ നീ പെടുത്തി തരണം റഹ്മാനെ. ഞങ്ങളുടെ സ്വഭാവങ്ങളെ നന്നാക്കണം റഹ്മാനെ. എല്ലാവിധ മുസീബാത്ത് രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണം റഹ്മാനെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാനെ. മുസ്ലിം ഉമ്മത്തിന് സലാമത്ത് നൽകണം റഹ്മാനെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات آمين برحمتك يا أرحم الراحمين. بتاعت كدي وربنا تنر بدهم دعاء وجنرال الله سبحانه وتعالى.